നമസ്കാരം. തീരുവ ഭയത്തിൽ മുങ്ങിയിരുന്ന ഇന്ത്യക്ക് തീരുവയിൽ ട്രംപ് ഇളവ് നൽകി എന്ന പ്രഖ്യാപനം തന്നെ വലിയ ആശ്വാസമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനോട് മോദി ഇത്രയും കാലം നിലകൊണ്ട പിന്മാറ്റമില്ലാത്ത നിലപാടും പ്രശംസനീയമാണ്. പക്ഷെ അതിനു പിന്നാലെ ട്രംപ് തന്റെ ട്രൂ സോഷ്യലിൽ കുറിച്ച പരാമർശങ്ങളും ഇന്ത്യയിൽ വലിയ ഭിന്നതയും ചർച്ചയും ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ അധിക തീരുവ 18% കുറയ്ക്കുമെന്ന പ്രഖ്യാപനത്തിനൊപ്പം ചർച്ചയാവുകയാണ് 50,000 കോടി ഡോളറിലധികം വിലമതിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നതിനെ കുറിച്ച് കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ധാരണയായെന്ന പ്രഖ്യാപനവുമായി ട്രംപ് എത്തിയത്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം ട്രംപ് ട്രൂ സോഷ്യൽ വഴി വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും ആ രാജ്യത്തിലെ ശക്തനും എല്ലാവരും ബഹുമാനിക്കുന്ന നേതാവുമാണ്. അതെല്ലാം കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയുമായി വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുത്താൻ ഞങ്ങൾ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ 25% നിന്ന് 18% കുറയ്ക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. US-ന്റെ പക്കൽ നിന്ന് ഊർജം, സാങ്കേതിക വിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി, മറ്റുൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിപ്പിക്കാനും റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യ സമ്മതിച്ചതായും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തീരുവയിളവ് നൽകുന്നതിനാൽ വലിയ തോതിൽ US ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. നിലവിലെ വിനിമയ നിരക്കിൽ 50,000 കോടി ഡോളർ ഏകദേശം 45.5 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കേന്ദ്ര ബജറ്റിൽ വ്യക്തമാക്കിയ ഏകദേശം 53.5 ലക്ഷം കോടി രൂപയുടെ ആകെ സർക്കാർ ചെലവിന്റെ ഏകദേശം 85% വരുന്നത്. ഇക്കാര്യം സംവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ബജറ്റിൽ US-ൽ നിന്നുള്ള ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട പദ്ധതിയെക്കുറിച്ച് പരാമർശിക്കുന്നതേയില്ല. പ്രധാനമന്ത്രി എക്സ്പോസ്റ്റിലൂടെ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്യുകയും തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദി പറയുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം അവരുടെ ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്നും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ട്രംപിന്റെ നേതൃത്വം നിർണായകമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ 50,000 കോടി ഡോളറിന്റെ കണക്കിനെ കുറിച്ചോ US ഉൽപ്പന്നങ്ങൾ വൻതോതിൽ വാങ്ങുന്നതിനെ കുറിച്ചോ മോദി പരാമർശിച്ചിട്ടില്ല. ഇത് ശ്രദ്ധേയമാണ്. 50,000 കോടി ഡോളറിന്റെ കണക്കിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും തീരുവ കുറയ്ക്കുന്നത് ഗുണകരമാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇന്ത്യയുടെ ആന്തരിക സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ ചെറുകിട വ്യവസായങ്ങളിലും കർഷകരിലുമാണ്. ഇവരുടെ നിലപാട് ഇന്ത്യയുടെ വികസനത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. എന്നാൽ ട്രംപിന്റെ പരാമർശങ്ങൾ അനുസരിച്ച് വൻ സാമ്പത്തിക ഇടപാട് നിർബന്ധിതമായി നടപ്പാക്കേണ്ടതാണ് എന്ന് കരുതിയാൽ ഇന്ത്യൻ ചെറുകിട വ്യവസായങ്ങൾ പ്രത്യക്ഷമായും വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും. ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം, തൊഴിൽ സൃഷ്ടി, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എല്ലാം ശക്തമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഈ രീതിയിൽ ഒരു വിദേശ നേതാവിന്റെ താല്പര്യത്തിനും ഭീഷണിക്കും കീഴിൽ രാജ്യത്തെ നയിക്കുന്നത് സ്വതന്ത്ര രാഷ്ട്രത്തെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. പൊതുസമൂഹത്തിലെ വിശ്വാസം മോദി നയിക്കുന്ന ഇന്ത്യ വിദേശ സമ്മർദ്ദങ്ങളിൽ തുല്യമായ പ്രതിരോധം കാണിക്കുമെന്നാണ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ ശരിയായതായിരുന്നാലും ഇന്ത്യ അതിനെ അനുകൂലിക്കുന്ന ഒരു കരാർ ഒപ്പിടുമോ എന്ന സംശയം വ്യക്തമായിട്ടുണ്ട്. ഇന്ത്യൻ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. രാജ്യത്തിന്റെ സവിശേഷ താല്പര്യങ്ങൾ, ചെറുകിട വ്യവസായം, കർഷക ധനം എന്നിവ സംരക്ഷിക്കുന്നത് മോദി സർക്കാരിന്റെ പ്രാധാന്യമാണ് എന്നത്. സാമ്പത്തിക തന്ത്രങ്ങളിൽ ഇന്ത്യ ശക്തമായ സ്വാതന്ത്ര്യം പാലിക്കുകയും അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കാതെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കൊരു വികസിത രാജ്യമായി മാറാൻ സ്വതന്ത്ര സാമ്പത്തിക നയം പാലിക്കേണ്ടത് അനിവാര്യമാണ്. വിദേശ സമ്മർദ്ദങ്ങൾക്ക് കീഴിൽ പെട്ടുപോകാതെ സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ള ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ നിലകൊള്ളുന്നു എന്നത് അഭിമാനകരമാണ്. ട്രംപിന്റെ ഈ പ്രസ്താവന അതിന്റെ രാഷ്ട്രീയ സന്ദർഭത്തോടുകൂടി ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപാടുകളിൽ സമ്മർദ്ദമുണ്ടാക്കാനുള്ള ഒരു ശ്രമമെന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇന്ത്യ മുൻകൂട്ടി കണക്കുകൂട്ടി സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ഘടകങ്ങൾ പരിഗണിച്ച് നിലപാട് സ്വീകരിക്കുന്ന ഒരു ശക്തമായ രാജ്യമാണ്. ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രതിരോധം, കർഷക ക്ഷേമം, ചെറുകിട വ്യവസായങ്ങളുടെ അഭിവൃദ്ധി ഒന്നും ഇന്ത്യ അവഗണിക്കുന്ന കാര്യങ്ങളല്ല. ഇന്ത്യയുടെ ജനങ്ങളുടെ വിശ്വാസവും പ്രതികരണ ശേഷിയും തകർക്കാനാവാത്തത്. അതിനാൽ ട്രംപും അമേരിക്കയും ഇന്ത്യയെ നിർബന്ധിതമായി വലിയ വാങ്ങലുകൾക്ക് അടിയന്തരമായി ചേരാൻ പ്രേരിപ്പിച്ചാലും ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയകളും സാമ്പത്തിക തന്ത്രങ്ങളും അടങ്ങിയ പ്രതിരോധം അതിനെ തടയുക തന്നെ ചെയ്യും. അതിനാൽ ട്രംപിന്റെ അവകാശവാദം വെറും ജൽപ്പനം മാത്രമാണ് എന്ന് എഴുതി തള്ളേണ്ടി വരും. ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധ മുറകളും ജനങ്ങളുടെ ഏകോപിത പിന്തുണയും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു അനാവശ്യ കരാറിന് അടിയന്തരമായി ഒപ്പിടുന്നത് ഉണ്ടാകില്ല. ഇന്ത്യയുടെ ശക്തി ജനങ്ങളുടെ വിശ്വാസത്തിലും പ്രതിരോധ ശേഷിയിലുമാണ്. അതിനാൽ ഈ കാപട്യ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഒരു സാധ്യത മാത്രമാണ്.
അത് ഇന്ത്യ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്.